ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തില് പേജ് നമ്പർ 74 4ാമത്തെ പ്രോബ്ലമാണ്. 74ാമത്തെ പേജിലെ 4ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യൂസിംഗ് ആൾജിബ്ര പ്രൂവ് ദാറ്റ് when a square of any natural number which is not a multiple of 3 is divided by 3 gives remainder 1. മൂന്നിന്റെ ഗുണിതമല്ലാത്ത ഏതൊരു നാച്ചുറൽ നമ്പറിന്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും റിമൈൻഡർ 1 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നിന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ എന്താണ് 9 ആണ്. ഇങ്ങനെ നമ്മുടെ സ്ക്വയർ നമ്പർ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞതാ. പക്ഷെ ഇവിടെ എല്ലാ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ വേണ്ട. ഏതാ വേണ്ടത്? 3ന്റെ ഗുണിതമല്ലാത്ത. അപ്പൊ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, പിന്നെ 3ന്റെ ഗുണിതമാണല്ലോ, 3 വേണ്ട. 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, പിന്നെ 6 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ അത് വേണ്ട. 7, അതായത് 3ന്റെ ഗുണിതമല്ലാത്ത നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ 1 ആണ്. 2ന്റെ വർഗം 4 ആണ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 1 3s are 3 റിമൈൻഡർ 1. കണ്ടോ? പിന്നെ 4ന്റെ സ്ക്വയർ 16 ആണ്. 16ന് ഇതുപോലെ തന്നെ 16 എന്ന് പറയുന്നത് 3 15 പ്ലസ് 1. അപ്പോ 4 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും റിമൈൻഡർ നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 1 കിട്ടുന്നുള്ളൂ. അത് നമുക്ക് എല്ലാ നമ്പറും ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം, ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. 3ന്റെ മൾട്ടിപ്പിള് അല്ലാത്ത ഒരു നമ്പറിന്റെ സ്ക്വയറിനെ, 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ 3 റിമൈൻഡർ 0 അല്ലേ വരുള്ളൂ. 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പറിന്റെ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരൂ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരാവുള്ളൂ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം? 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതൊരു സംഖ്യയെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന സംഖ്യ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സംഖ്യ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സംഖ്യ. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും വി ക്യാൻ റൈറ്റ് എ നാച്ചുറൽ നമ്പർ ഇൻ ദി ഫോം, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന നമ്പർ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പർ, 3 കൊണ്ട് ഡിവൈഡ്, ഇങ്ങനെയല്ലേ ഏത് നമ്പർ എടുത്താലും ഈ ഒരു 3 ബന്ധപ്പെടുത്തി നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുകിൽ 3x പ്ലസ് 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3x പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3x പ്ലസ് 2 എന്ന് എഴുതാം. എനി നാച്ചുറൽ നമ്പർ ഈസ് ഓഫ് ദി ഫോം 3n പ്ലസ് 0 or 3n plus 1 or 3n plus 2. Here, which is not a multiple of 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത നമ്പർ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിലാണ് റിമൈൻഡർ 0 വരുള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിലാണ് റിമൈൻഡർ 0 വരുള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെങ്കിലോ റിമൈൻഡർ 1 വരാം, അല്ലെങ്കിൽ റിമൈൻഡർ 2 വരാം. അപ്പൊ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്താണ്? റിമൈൻഡർ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെങ്കിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3, which is not a multiple of 3 can be of the form, is of the form 3n plus 1 or 3n plus 2. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പർ, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്നത്. ഇങ്ങനെ 2 രീതിയിലുള്ള നമ്പേഴ്സേ ഉള്ളൂ.
അതായത് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ ഗുണിതമല്ലാത്ത ഏതൊരു സംഖ്യയും 3n+1 അല്ലെങ്കിൽ 3n+2 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? കാരണം ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും 3ന്റെ ഗുണിതമല്ലാത്ത ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും 1 ആണെങ്കിൽ 3 × 0 + 1 എന്ന് എഴുതാം, 2 ആണെങ്കിൽ 3 × 0 + 2 എന്ന് എഴുതാം, 3 ആണെങ്കിൽ 3 മൾട്ടിപ്പിൾ ഓഫ് 3 ആയിപ്പോയി, അപ്പൊ 3 പറ്റില്ല. 4 ആണെങ്കിൽ 3 × 1 + 1 വരും, 3 × 1 + 1. അപ്പോ any natural number which is not a multiple of 3 can be written in the form 3n+1 or 3n+2. 3ന്റെ ഗുണിതമല്ലാത്ത ഏതൊരു സംഖ്യയും 3n+1 അല്ലെങ്കിൽ 3n+2 എന്ന രൂപത്തിൽ എഴുതാം. അപ്പൊ ഈ രണ്ട് കേസ് നമുക്ക് പരിഗണിച്ചാൽ മതിയല്ലോ. 3n+1 എടുക്കാം. 3n+1ന്റെ വർഗം, അതാണ് നമുക്ക് വർഗം. ഈ 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യകളുടെ വർഗം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരൂ എന്ന് പറയണം. മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആണെന്ന് പറയണം. അപ്പൊ 3n+1 ദി ഹോൾ സ്ക്വയർ നോക്കാം. 3n+1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3n ദി ഹോൾ സ്ക്വയർ പ്ലസ്, ശരിയല്ലേ? സ്ക്വയർ ഓഫ് ദി സം എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് ടോയ്സ് ഓഫ് ദി പ്രോഡക്റ്റ് എന്നാ. അപ്പൊ 3n ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3n × 1 + 1 സ്ക്വയർ. സിംപ്ലിഫൈ എന്ത് വരും നോക്കിയേ. സിംപ്ലിഫൈ എന്ത് വരും? 3n സ്ക്വയർ 9n സ്ക്വയർ, 2 × 3 6, 6 × 1 6n + 1 വരും. ഇത് എടുത്താൽ മനസ്സിലാവും. ചെയ്ത് നോക്കിയേ, ഇതിലെ 3 കോമൺ ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുകയാണ്. 3 × 3n സ്ക്വയർ പ്ലസ് 2n + 1 എഴുതാം. അതായത് 3 × 3n സ്ക്വയർ ആണ് 9n സ്ക്വയർ, 3 × 2n ആണ് 6n + 1. നോക്കിയേ, 3ന്റെ ഒരു ഗുണിതത്തെ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആയി. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ ഗുണിതമായ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിന് 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? ഇത്രയും വരും. ബാക്കി റിമൈൻഡർ 1 വന്നു. അപ്പോ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ഹിയർ 3n+1 ദി ഹോൾ സ്ക്വയർ ഈസ് ഓഫ് ദി ഫോം മൾട്ടിപ്പിൾ ഓഫ് 3 + 1. 3ന്റെ ഗുണിതം +1 എന്ന രൂപത്തിൽ വന്നു. 3ന്റെ ഗുണിതം +1 എന്ന് പറയുന്ന രൂപത്തിൽ വന്നു. എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1 ആണ്. ഇനി അടുത്ത സംഖ്യ എടുത്ത് നോക്കാം. ഇനി ഏതാണ്? 3n+2ന്റെ വർഗം. 3n+2ന്റെ വർഗം വരുമ്പോഴോ ഇതുപോലെ എടുത്ത് നോക്കുക. 3n വർഗം പ്ലസ് 2 × 3n × 2 അല്ലേ, പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ഇതെന്ത് വന്നു? 9n സ്ക്വയർ പ്ലസ് 2 × 3 6 12n പ്ലസ് 4. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 + 1 എഴുതാം ഈ 4നെ. കാരണം ഇത്ര എടുത്തു കഴിയുമ്പോൾ നമുക്ക് 3 വെളിയിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത്ര എടുത്തു കഴിഞ്ഞാൽ 3 വെളിയിലെടുക്കാം. അപ്പൊ എന്തോന്നു നോക്കിയേ, എന്ത് വന്നു? ഇത് നേരെ തന്നെ എഴുതാം. ഈക്വൽ ടു 3 വെളിയിലെടുത്ത് കഴിയുമ്പോൾ 3 × 3n സ്ക്വയർ പ്ലസ് 3 × 4n പ്ലസ് 3 × 1 പ്ലസ് ബാക്കി ഒരു 1 ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെയും നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 3 + 1. അപ്പൊ ചെയ്തെന്താന്ന് മനസ്സിലായോ? 3ന്റെ ഗുണിതമല്ലാത്ത ഏതൊരു സംഖ്യയും 3n+1 അല്ലെങ്കിൽ 3n+2 ഈ രൂപത്തിൽ എഴുതാം. 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ, 3ന്റെ ഗുണിതമാണെങ്കിൽ 3n+0 കൂടി വരും. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. അപ്പോൾ 3n+1, അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ, 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ. അപ്പൊ 3ന്റെ ഗുണിതം +1 അല്ലെങ്കിൽ 3ന്റെ ഗുണിതം +2 ഈ രൂപത്തിൽ ഏത് എണ്ണൽ സംഖ്യയെയും നമുക്ക് എഴുതാം. 3ന്റെ ഗുണിതമല്ലാത്ത ഏതൊരു എണ്ണസംഖ്യയും ഈ രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രണ്ട് സംഖ്യകളായ 3n+1 രൂപത്തിൽ വരുന്ന സംഖ്യ 3n+1ന്റെ വർഗ്ഗം എടുത്താല് നമുക്ക് എന്ത് കിട്ടി? 9n സ്ക്വയർ പ്ലസ് 6n+1. അത് ആദ്യത്തെ ഈ രണ്ട് പദങ്ങളിൽ കോമൺ ആയിട്ട് 3 വെളിയിലെടുത്താൽ 3 × 3n സ്ക്വയർ പ്ലസ് 2n, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 + 1. മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. അടുത്ത കേസിൽ നോക്കിക്കേ,
നമ്പർ ക്യാൻ ബി ഓഫ് ദി ഫോം 3n plus 2. അപ്പൊ 3n plus 2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3n ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 into 3n ഗുണനഫലത്തിന്റെ ഇരട്ടി പ്ലസ് 4. അപ്പൊ എന്ത് വന്നു 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4. ആ 4നെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എന്ത് എഴുതി 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 എന്ന് എഴുതി. അപ്പോ ഈ 4നെ സ്പ്ലിറ്റ് ചെയ്ത് 3 പ്ലസ് 1 എഴുതി. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ സംഖ്യയിലും എല്ലാത്തിലും 3 കോമൺ ആണ്. ആ 3 വെളിയിലെടുത്തു. ബാക്കി 3 into 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 പ്ലസ് ഈ 1. അപ്പൊ ഇവിടെ നോക്കിയറിയാം മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതം പ്ലസ് 1. 3ന്റെ ഗുണിതത്തെ 3 കൊണ്ട് ഹരിക്കാലോ. ബാക്കി 1 ശിഷ്ടം വരും. അപ്പോ ഇവിടെയും ശിഷ്ടം 1 ഇവിടെയും 1 ശിഷ്ടമാണ്. അപ്പോ 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യകൾ ഈ രൂപത്തിലേ ഉള്ളൂ. ഈ രൂപത്തിൽ വന്നാൽ അതിന്റെ വർഗ്ഗം എടുത്താൽ 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1. ഈ രൂപത്തിൽ വന്നാലും അതിന്റെ വർഗ്ഗം എടുത്താൽ 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1. അപ്പോ 3ന്റെ ഗുണിതമല്ലാത്ത ഏത് എണ്ണൽ സംഖ്യയുടെയും വർഗത്തെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പൊ നമുക്കിത് ഈ സർവ്വസമവാക്യം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കത് തെളിയിക്കാൻ പറ്റി. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യയെ 3n പ്ലസ് 1 3n പ്ലസ് 2 എന്നീ രൂപത്തിൽ എഴുതാം. അപ്പൊ അവയുടെ വർഗത്തെയും നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ? 3n പ്ലസ് 1 എന്നും 3n പ്ലസ് 1 എന്ന രൂപത്തിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 3ന്റെ ഗുണിതമല്ലാത്ത ഏത് എണ്ണൽ സംഖ്യയുടെയും വർഗം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 തന്നെയാണ് എന്ന് ഇതുപോലെ നമുക്ക് തെളിയിക്കാം. അപ്പൊ ഇത് നിങ്ങൾ വീണ്ടും ഒന്നാമത് തനിയത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.